പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല വിശുദ്ധ പകൽക്കാലം കൂടെ കാണുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയതോർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നല്ല ഒരു ഞായറാഴ്ചയുടെ പ്രഭാതം കൂടെ ദൈവം തന്നല്ലോ. സംഗീതക്കാരൻ പറയുന്നു, ഞാനോ കിടന്നുറങ്ങി, എൻ്റെ യഹോവ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. സന്തോഷമുള്ള ഹൃദയത്തോടെ ഈ പകൽക്കാലം നാം ഉണർന്നിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം 122 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നാം എന്തുകൊണ്ട് സന്തോഷിക്കണം? നാം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് ഈ വിശുദ്ധ പകൽക്കാലം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം ദൈവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തിങ്കലുള്ള ഭക്തിയോടുകൂടി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവാലയത്തിൻ്റെ പ്രത്യേകത? ഒന്ന്, ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2, ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവിക സമാധാനമുണ്ട്. സ്തോത്രം. 3, ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രത്യാശ ലഭിക്കും. സ്തോത്രം. 4, ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു വലിയ വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനായി ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ദൈവിക വിടുതല്, ദൈവിക പ്രത്യാശ, ദൈവിക സമാധാനം, ദൈവിക സന്തോഷമോർത്ത് നാം ദൈവത്തെ സ്തുതിക്കാം. മറ്റെവിടെ പോയാലും നമുക്ക് കിട്ടാത്ത ഒരു വലിയ സന്തോഷമാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം. ഈ പകൽക്കാലം നാം എവിടെ ഇരുന്നാണോ ദൈവത്തെ ആരാധിക്കുന്നത് അവിടെ ദൈവികമായ സാന്നിധ്യം നമുക്ക് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആകയാൽ ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഞാൻ പോകുന്നു, എനിക്കതിൽ സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിൽ നാം ചെലവഴിക്കുന്ന സമയം, ആരാധനയിൽ നാം ചെലവഴിക്കുന്ന സമയം, അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹമായി തീരും. നാം ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാരണങ്ങൾ ധാരാളമാണ്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. സ്തോത്രം. ഏറ്റവും പ്രധാനമായ ഒരു വിഷയം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമ്മുടെ മേലിറങ്ങട്ടെ. ആത്മാവ് നമ്മുടെ മേലിറങ്ങുമ്പോൾ നമ്മുടെ മേലുള്ള സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. ദൈവത്തിൻ്റെ ആലയത്തിൽ നാം പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലയത്തിൽ നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലയത്തിൽ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കളെ നമുക്ക് വിടുതൽ ലഭിക്കാൻ പോകുകയാണ്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടാൻ പോകുകയാണ്. നമ്മെ ദൈവം ആത്മാവിൽ നിറയ്ക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് തോരുന്ന ഒരു പകൽക്കാലം, നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്ന ഒരു പകൽക്കാലം. ആകയാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു പോകുവാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ, പ്രത്യാശയോടെ നിങ്ങൾ ഒരുങ്ങുക. നന്നാ രാവിലെ എഴുന്നേറ്റ് പ്രത്യാശയോടെ നിങ്ങൾ ദൈവാലയത്തിലേക്ക് പോകുവാൻ ഒരുക്കപ്പെടുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതും. ദൈവത്തിന് വേണ്ടി ഒരു നല്ല യാഗം കഴിക്കുവാൻ അബ്രഹാം തന്റെ മകനുമായി, സ്തോത്രം, ഭവനം വിട്ട് ഇറങ്ങിയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ നാം ദൈവസന്നിധിയിൽ ഇറങ്ങുക. നമുക്ക് വേണ്ടത് ദൈവം കരുതിക്കൊള്ളും. നിങ്ങൾ എന്ത് വിഷമത്തോടെ ആയിരിക്കുന്നു, ആ കരുതൽ, അതിനു വേണ്ട മറുപടി ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. ആരും മടിച്ചു നിൽക്കാതെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ നിങ്ങൾ പോകുന്ന ദൈവാലയത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുക. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. നിങ്ങൾക്ക് ആലയത്തിൽ പോകുവാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദാവീദ് പറഞ്ഞു, നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്കധികം സന്തോഷമുണ്ടായി. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും, സന്തോഷം നൽകും. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക. ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങളുടെ മേൽ ദൈവം തരും. നിങ്ങളുടെ കട്ടത മാറ്റും, പട്ടിണി മാറ്റും, വേദന മാറ്റും, പ്രയാസങ്ങൾ മാറ്റും. ആത്മാവ് നിങ്ങളെ സഹായിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ചയുടെ പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വിവിധയിടങ്ങളിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.